بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാമത്തുള്ള സർ, എന്താണ് തേർഡ് ജെൻഡർ? തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറാണ് ഉദ്ദേശം. പുരുഷനും സ്ത്രീയും അല്ലാത്ത ഒരു മൂന്നാമത്തെ ഒരു ജെൻഡറിന്. പക്ഷെ ആ പദം ഇപ്പം അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം തേർഡ് ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഫസ്റ്റ് ജെൻഡർ ഏതാന്നുള്ള ചോദ്യം വരും. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള തർക്കം തീരാത്തതുകൊണ്ട് തേർഡ് ജെൻഡർ എന്നുള്ളതിനേക്കാൾ ട്രാൻസ്ജെൻഡർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് സെക്സും ജെൻഡറും ഒന്നാണ് എന്നാണ് ഇന്നോളം മനുഷ്യ സമൂഹം അംഗീകരിച്ചിരുന്നൊരു കാര്യം. ഒരു കുട്ടി ജനിച്ചാൽ ഡോക്ടർ പറയും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അതിനനുസരിച്ച് കുട്ടികളെ ഡ്രസ്സൊക്കെ അതുപോലെ ഇട്ട് കൊടുത്ത് അതുപോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മോനെ വിളിച്ച് അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ച് രക്ഷിതാക്കൾ വളർത്തും. അവരങ്ങനെ ജീവിച്ചു പോകും, പ്രശ്നമില്ല, അത് ജീവിച്ചു പോകും. എന്നാൽ പുതിയ തിയറികൾ പറയുന്നത് അങ്ങനെ ജനിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ശാരീരികമായി കാണുന്നത് സെക്സാണ്, ജെൻഡർ അല്ല. ജെൻഡർ എന്നത് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സ്വയം തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ സെക്സും ജെൻഡറും രണ്ടാണ് എന്ന ഒരു വാദം ഉയർന്നു വന്നു. വസ്തുതയല്ല, വാദം ഉയർന്നു വന്നു. സെക്സ് എന്താണ്? മനുഷ്യൻ്റെ ജെനിറ്റൽ, മനുഷ്യൻ്റെ ബോഡി ഏതിലാണെന്നുള്ളതാണ് സെക്സ്. അതൊരു മരിച്ചൊരു ശവത്തിന് നോക്കിയാൽ സെക്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ജെൻഡർ കാണാൻ പറ്റില്ല. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്താണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ശരീരം ഒന്ന്, മനസ്സ് മറ്റൊന്ന്, ഈ അവസ്ഥ അനുഭവിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡർ. ഇപ്പോൾ നമ്മളെപ്പോലെ പുരുഷൻ്റെ ശരീരവും മനസ്സ് സ്ത്രീയാണെങ്കിൽ അത് ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ് വുമൺ എന്ന് പറയും. നേരെ സ്ത്രീ ശരീരവും പുരുഷ മനസ്സുമാണെങ്കിൽ അതും ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ് മാൻ എന്ന് പറയും. ഇതാണ് തേർഡ് ജെൻഡർ. ഒരു വ്യക്തി എങ്ങനെയാണ് തേർഡ് ജെൻഡറായി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറായി പിറക്കുന്നത്? സത്യത്തിൽ ട്രാൻസ്ജെൻഡറായി ജനിക്കണില്ല, അതുകൊണ്ടാണല്ലോ ജനിക്കുമ്പോൾ കാണാൻ പറ്റില്ല, ഇവർ സ്വയം തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയുന്നത്. ഈ ചിന്ത രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് ഭിന്നമായ ഒരു മനസ്സ് എന്നിലുണ്ട് എന്ന് ഒരു കുട്ടി എങ്ങനെയാണ് അറിയുന്നത്? അത് ജെൻഡർ ഡിസ്ഫോറിയ എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇതിനെ മാനസിക രോഗമായി കണ്ടിരുന്നു, അത് ചികിത്സിച്ചിരുന്നു. ഇപ്പോൾ കെന്നത്ത് സക്കർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡൊക്കെ ആയിട്ട് സേവനം ചെയ്ത ആളാണ്. 20ഓളം വർഷം ഈ കുട്ടികളിലെ ജെൻഡർ ഡിസ്ഫോറിയയ്ക്ക് വേണ്ടി പഠനം നടത്തിയ ആളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു 13-14 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇവരുടെ മനസ്സിലൊരു തോന്നൽ വരികയാണ്, എൻ്റെ ശരീരം പുരുഷൻ്റേതുപോലെയാണല്ലോ, പക്ഷെ എൻ്റെ മനസ്സ് സ്ത്രീയുടേതാണല്ലോ. അങ്ങനെ സ്ത്രീ എന്നൊരു തോന്നൽ വരുന്നില്ലെങ്കിലും എന്തോ ഒരു വ്യത്യാസം എനിക്കുണ്ടല്ലോ എന്നൊരു ചിന്ത വരും. ഇതാണ് ജെൻഡർ ഡിസ്ഫോറിയ. അപ്പോൾ ഈ സമയത്ത് ഈ തോന്നൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കെന്നത്ത് സക്കറുടെ വാദം. പക്ഷേ ഇന്ന് ആക്ടിവിസ്റ്റുകൾ പറയുകയാണ് അങ്ങനെ ചികിത്സിച്ച് മാറ്റേണ്ട ആവശ്യമില്ല, അവരുടെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് അവർ ജീവിക്കട്ടെ. ഇനി ശരീരം പുരുഷൻ്റെയും മനസ്സ് സ്ത്രീയുടേതാണോ എങ്കിൽ ആ കുട്ടി SRS ഒക്കെ നടത്തി ലിംഗമാറ്റ ശസ്ത്രക്രിയയൊക്കെ നടത്തിയിട്ട് സ്ത്രീയെ പോലെയായി അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിന്ത വ്യത്യാസം ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ വാദമാണ്. എന്ത്? ഇതൊരു ചിന്താ വൈകല്യമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. ആ തോന്നലിനെ ചികിത്സിച്ച് മാറ്റി ശരീരത്തിൻ്റേതുപോലെ ആക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വാദമാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെയാണ് ചിന്ത ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ മോനെ എന്ന് വിളിച്ച് ആൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിച്ച് വളർത്തുന്നു. ഈ ആക്ടിവിസ്റ്റുകളും പറയുന്നത് നിങ്ങൾ അങ്ങനെ ആ കുട്ടിയിൽ ജെൻഡർ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എങ്ങനെയാണോ വളർത്തുന്നത് അതിവരെ സ്വാധീനിക്കുന്നതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ പെൺകുട്ടി ആവണം എന്നായിരിക്കും ആഗ്രഹം, ഒരു പെൺകുട്ടി വേണമെന്നായിരിക്കും ദമ്പതികളുടെ ആഗ്രഹം. പക്ഷെ എന്തായി? കുട്ടി ആണായിപ്പോയി. അപ്പോൾ ഇവരുടെ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പെൺകുട്ടിയുടെ വസ്ത്രം ധരിപ്പിച്ച് തട്ടമൊക്കെ കുത്തി കൊടുത്ത് അല്ലെങ്കിൽ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് പെൺകുട്ടിയുടെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ നടത്തും, മോളെ എന്നൊക്കെ വിളിച്ച് നടത്തും. അപ്പോൾ ഇത് ഈ കുട്ടികളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കും, അല്ലെ നമ്മുടെ ചിന്തകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കും. ഒന്നിതാണ്. അപ്പം മക്കളെ മറ്റൊരു ജെൻഡറിൽ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ കുട്ടി കാണുന്നത് മുഴുവൻ സ്ത്രീകളെയാണെങ്കിൽ, ആൺകുട്ടിയായി ജനിച്ചു, പക്ഷെ വീട്ടിൽ മൊത്തം സ്ത്രീകൾ, ആൺകുട്ടികൾ കാണുന്നേ ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഇവരിലേക്കൊരു സാദൃശ്യത്തിന് വേണ്ടി അങ്ങനെ ആയി വന്നേക്കാം. ഒരു കാരണം അതാണ്, മാനസികമായ മാറ്റത്തിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണം ഈ സെക്ഷൽ അബ്യൂസിനൊക്കെ ചെറുപ്പത്തിൽ പുരുഷന്മാരിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിട്ട കുട്ടികളിൽ ഈ ചിന്താ വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രായത്തിൽ കൂടുതലുള്ള ഒരാളിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിടുമ്പോൾ ഹീസ് ബീങ് റെസസീവ് അല്ലേ, ആൾ എന്താവാണ്? ഡോമിനൻ്റ് അല്ല, ഡോമിനൻ്റ് മറ്റാളാണ്. ഈ കുട്ടി അതിന് വിധേയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ വിധേയപ്പെടുക എന്നത് ഒരു വുമൺ നേച്ചറാണ്. സെക്ഷുവാലിറ്റിയിൽ വിധേയപ്പെടുക എന്നുള്ളത് വുമൺ നേച്ചറാണ്. അങ്ങനെയാണ് ബയോളജിക്കൽ ഘടന. അപ്പോൾ എന്നെ മറ്റൊരാൾ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന ചിന്ത, എങ്കിൽ ഹാസ് ഹി ഫേസ് സംതിങ് ഫെമിനിറ്റി ഇൻ മീ എന്ന് ഒരു ചിന്ത ഇയാൾ വരികയാണ്. എന്നിൽ എന്തെങ്കിലും ഒരു സ്ത്രൈണ്യത ആൾ അനുഭവിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ കാണുന്നത് എന്ന ചിന്തയും ഗ്രാജ്വലി ഒരു പക്ഷേ എന്തായി മാറിയേക്കാം? ശരീരത്തിന് ഭിന്നമായൊരു മനസ്സ്, ഒരു പുരുഷനിൽ സ്ത്രീ മനസ്സ് രൂപപ്പെട്ടു വരാനുള്ള ഒരു കാരണമായിട്ട് മാറിയേക്കാം.
ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും അടുത്തുള്ള കുറേ കേസസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ചില സെക്ഷുവാലിറ്റി വേറെയാണ് കേട്ടോ. അത് ജെൻഡറും സെക്ഷുവാലിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കപ്പിൾസ്, പുരുഷനാണ്, രണ്ടുപേരും ഹോമോസെക്ഷലായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് വിചാരിക്കുക. ഇതിൽ വിവാഹം ഇവർക്ക് കഴിക്കണമെങ്കിൽ, കുടുംബം അംഗീകരിക്കണമെങ്കിൽ ഒരാൾ എന്താവണം? സ്ത്രീ ആവണം. അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് SRS നടത്തി സ്ത്രീയായി മാറി വീട്ടുകാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കേസസ് വരെ ചെന്നൈയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ മനസ്സിലൊരു പക്ഷേ ആ തോന്നൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് ഒരിക്കലും വീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം റിയലാണ്, ശരീരത്തിന് ഭിന്നമായ മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ അത്തരം ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തോന്നലിൻ്റെ 2 കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത്. ഇസ്ലാം ഇതിനെ മനോഹരമായിട്ട് സോൾവ് ചെയ്യുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്ത്? നിങ്ങൾ പുരുഷന്മാർ അന്നാട്ടിൽ സ്ത്രീകളുടേതായി അറിയപ്പെട്ട വസ്ത്രം ധരിക്കരുത്, സ്ത്രീകളോ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കരുത്. വസ്ത്രം ഒരു മെറ്റീരിയലിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ ജീൻസിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നമല്ല. ഇസ്ലാമിൽ അങ്ങനെ മെറ്റീരിയലും ഇല്ല, ഏതും ധരിക്കാം. തൊലി നിറം കാണരുത്, ആകൃതി പുറത്ത് കാണരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണ്, ഇപ്പോൾ ചില നാട്ടിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ചില നാട്ടിൽ പുരുഷന്മാർ ധരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുരുഷന്മാർ ധരിക്കുന്ന കമീസ് കളർ മാറ്റിയാൽ സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദയായി മാറും. അപ്പം മെറ്റീരിയലിൻ്റെയോ തുണിയുടെ അളവിൻ്റെയോ പ്രശ്നമില്ല. മറിച്ച് ഒരു നാട്ടിൽ പുരുഷൻ്റെതായ അറിയപ്പെട്ട വസ്ത്രം സ്ത്രീ ധരിക്കുമ്പോൾ പുരുഷനാകണമെന്നൊരാഗ്രഹമാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് മേടിക്കും. എന്തുകൊണ്ടാണ്? സ്പൈഡർമാൻ ആവണമെന്നുള്ളൊരു ആഗ്രഹം. പോലീസിൻ്റെ യൂണിഫോം ധരിക്കും, പോലീസ് ആവണമെന്ന ആഗ്രഹം അറിയാതെ വരികയാണ്. അപ്പോൾ സ്ത്രീകളുടേതായ അറിയപ്പെട്ടൊരു വസ്ത്രം ഒരു പുരുഷൻ ധരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആഗ്രഹം അറിയാതെ വരികയാണ്. സ്വാഭാവികമായിട്ടും അതവൻ്റെ ചിന്തയെ സ്വാധീനിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വസ്തുനിഷ്ഠമായി ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല, മറിച്ച് മനസ്സിലെ തോന്നലാണ്. അതും തോന്നലിനെ നമുക്ക് അളക്കാൻ കഴിയില്ല, മറിച്ച് ആ വ്യക്തി എന്താണോ പറയുന്നത് അതനുസരിക്കാൻ മാത്രമേ നിലവിൽ കഴിയൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇത് ശാരീരികമായൊരു വിഷയം വരും. ശാരീരികമായ വിഷയം വരുന്നില്ല. ഇപ്പോൾ ശാരീരികമായി പുരുഷനാണോ സ്ത്രീയാണോ ഏറ്റവും വിഷയമുള്ളൂ. നമ്മൾ ഹുൻസന്റെ വിഷയം, ഹുൻസ ഇന്റർസെക്സ് ആണ്, അത് ട്രാൻസ്ജെൻഡർ അല്ല. ഹുൻസയെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവമായി ജനിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രണ്ടും ഇല്ലാതെ ജനിക്കുന്ന ആളുകൾ. നമുക്ക് ഇവരെ കണ്ടു കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇന്ന് ഡോക്ടർമാർ നടത്തുമല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസം വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അതാണ് ഹുൻസകൾ. ഇവരാണ് 9 എന്നൊക്കെ വിളിക്കുക. കാരണം എന്താ, 9 തിരിച്ചിട്ടാൽ 6 ആണോ 9 എന്ന് ടോക്കൺ നമുക്ക് 9 കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 6 9 എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവർ നേരിട്ട് ഇതൊരു ജെനുവിൻ ഇഷ്യൂ ആണ്, വസ്തുനിഷ്ഠമാണ്, അല്ലോ, ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇതിന് ഇസ്ലാം പരിഗണിക്കുന്നു. ഒന്ന്, ഇവരുടെ ഈ അസ്തിത്വ പ്രതിസന്ധി ഇസ്ലാം പരിഹരിക്കുന്നു. ആണാണോ പെണ്ണാണോ, ആണും പെണ്ണും കെട്ടതാണ് എന്ന് ആളുകൾ പരിഹസിച്ച് വിളിക്കുന്നതിന് ഇസ്ലാം മനോഹരമായിട്ട് സോൾവ് ചെയ്യുന്നു. എങ്ങനെ? അവരെ പുരുഷനിലേക്കോ സ്ത്രീയിലേക്കോ ചേർക്കാൻ വേണ്ട സെക്സ് ഡിറ്റർമിനേഷൻ ക്രൈറ്റീരിയൻ ഇസ്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അതിന് നമുക്ക് നമ്മുടെ ഫിഖ് അനുസരിച്ച് നമ്മുടെ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഏത് അവയവമാണ് കൂടുതൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ഏതിലൂടെയാണ് കൂടുതൽ യൂറിനേഷൻ വരുന്നത്. ഇനി യൂറിനേഷൻ ഒക്കെ ഒരുപോലെയാണെങ്കിൽ ഷാഫി ഫിഖ് പറയുന്നത് ഓറിയൻറ്റേഷൻ ആരോടാണ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ ആരോടാണ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഇൻ്റർസെക്സിനെ ഇസ്ലാം പറയാണ് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇനി ഇവർക്ക് എല്ലാ നിയമങ്ങളും അതനുസരിച്ച് ജീവിക്കാം. അപ്പോൾ ഇവരെ ആണും പെണ്ണും കെട്ടവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ നിന്നും അസൈൻ ജെൻഡേഴ്സ് ഏതെങ്കിലും ഒന്നിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് ഇവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിന് ഇസ്ലാം പരിഹരിക്കുന്ന വിധം. രണ്ടാമത്തെ ഇവർ നേരിട്ടൊരു പ്രശ്നം അവഗണനയാണ്. സൊസൈറ്റിയിലേക്ക് ഇവരൊക്കെ മാറ്റി നിർത്തും. ഇസ്ലാം അത് മനോഹരമായിട്ട് പരിഗണിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവരെ മാറ്റി നിർത്താൻ പാടില്ല. ഇപ്പോൾ മാതാപിതാക്കൾ, ഇസ്ലാമിൽ ഫിഖയിലുള്ള ചർച്ച ഉണ്ട്. ഒരു ഹുൻസ മരണപ്പെട്ട്, ഹുൻസ 2 തരം കേട്ടോ. ഒന്ന്, ഇങ്ങനെ നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടെത്താൻ പറ്റുന്ന ഹുൻസകൾ, അതാണ് ഹുൻസ ഗൈർ മുഷ്കിൽ. എന്നാൽ ചിലതുണ്ട് കണ്ടെത്താൻ പറ്റില്ല, എല്ലാം ഒരേപോലെയാണ്, ഹുൻസ മുഷ്കിൽ. അവർക്കൊരു ജെൻഡർ ഉണ്ട്, പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കൊലയാളി ഉണ്ട്, പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം കൊല നടന്നിട്ടില്ല, കൊലയാളി ഇല്ല എന്നല്ല. കൊലയാളി ഉണ്ട് അവിടെ. എന്നപോലെ ഇവർക്കൊരു ജെൻഡർ ഉണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഭാവിയിൽ പുതിയ ടെക്നോളജികളും സ്കാനിങ് ഒക്കെ വരുമ്പോൾ ഇസ്ലാമിലെ ഫിഖ് അനുസരിച്ച് വളരുമ്പോൾ അത്തരം ആളുകളുടെ കൂടി കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പിതാവ് മരിച്ചാൽ, ഇവരുടെ പിതാവ് മരിച്ചാൽ സ്വത്ത് വീതം വെക്കുമ്പോൾ എങ്ങനെ വീതം വെക്കണം എന്നാണ് നമ്മുടെ ഫിഖ് ചർച്ച ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു മുഷ്കിലായ ഹുൻസ, പുരുഷനായി ചേർക്കപ്പെട്ട ഹുൻസയാണെങ്കിൽ പുരുഷൻ്റെ വീതം, സ്ത്രീയുടെ ആണെങ്കിൽ സ്ത്രീയുടെ വീതം കിട്ടും. ഇനി മുഷ്കിലായൊരു ഹുൻസയാണെങ്കിലോ പുരുഷൻ്റെ അളവ് മാറ്റിവെക്കണം, സ്ത്രീയുടെ കൊടുക്കണം. ഭാവിയിൽ പുരുഷനാണെന്ന് തെളിഞ്ഞാലോ മാറ്റിവെച്ചത് കൊടുക്കണം, ഭാവിയിൽ സ്ത്രീയാണെന്ന് തെളിഞ്ഞാലോ മാറ്റിവെച്ചത് മറ്റവകാശികൾക്ക് കൊടുക്കണം. ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനന്തര സ്വത്തിൽ അവകാശം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഉമ്മയും വാപ്പിയും മരിക്കണവരെ കൂടെ നടത്തണം എന്നല്ല, മരിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് നാണക്കേട് കാരണം ഇവിടെ നാട് കടത്തും. ജീവിക്കാൻ പൈസ ഇല്ലാണ്ട് ഇവർ ഭിക്ഷാടനവും സെക്സ് റാക്കറ്റിലൊക്കെ ചെന്നുപെടും. അപ്പോൾ അവരനുഭവിക്കുന്ന ഈ 2 പ്രശ്നത്തെ ഇസ്ലാം പരിഹരിക്കുന്നു. 3, ഇപ്പോൾ ഒരു പുരുഷനിലേക്ക് ചേർക്കപ്പെട്ട് ഇസ്ലാമിലെ മാനദണ്ഡ പ്രകാരം
പക്ഷേ അയാൾക്ക് ബ്രസ്റ്റ് ഉണ്ട്, ആൾക്ക് അതുകൊണ്ട് യൂസ് ഇല്ല, ആൾക്കത് റിമൂവ് ചെയ്യാം. ഇസ്ലാമിൽ ഫിഖ് അനുവദിക്കുന്നു. ഇപ്പോൾ മൂക്കിലേക്കൊക്കെ മുളച്ച പല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എടുത്തു കളയാം എന്നതുപോലെ റിമൂവ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള സർജറികൾ വരെ ഇവർക്ക് ഇസ്ലാമിൽ ഫിഖ് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർസെക്സ് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തെയും ഇസ്ലാം പരിഹരിക്കുന്നു. കാരണം അതൊരു ജെനുവിൻ ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു തോന്നലാണ്. ആ തോന്നലിനനുസരിച്ച് ശരീരത്തെ മാറ്റുമ്പോൾ നാളെ തോന്നൽ ഇല്ലാതായാലും ശരീരം പഴയ പോലെ ആവില്ല. നാളെ തോന്നൽ മാറുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഡീ ട്രാൻസിഷൻ വരുന്ന ആളുകളുണ്ട്. പുരുഷനാണ്, മനസ്സിൽ സ്ത്രീയാണെന്ന് തോന്നി, എന്നിട്ട് സ്ത്രീയിലേക്ക് മാറി, കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നൽ പോയി, ഇനി വീണ്ടും പുരുഷനിലേക്ക് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതാണ് ഇസ്ലാം അവരെ പരിഗണിക്കുന്ന വിധം അതാണ്. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകുന്നു, ആ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇസ്ലാം അവോയ്ഡ് ചെയ്യുന്നു. ക്രോസ് ഡ്രസ്സിങ് പാടില്ല പോലുള്ള കാര്യങ്ങൾ പറയും.